നോമ്പും പെരുന്നാളും ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് മോള് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ഓളെ മുഖത്ത് എന്നും പോകാൻ നേരത്തുള്ളതാണ് കേട്ടോ ഈ സങ്കടം. അതിപ്പോൾ ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആവും. അപ്പോൾ പെരിന്തൽമണ്ണ ചില്ലീസിൻ്റെ അവിടെയാണ് കേട്ടോ ബസ് വരിക, 7 മണിക്കാണ്. അപ്പോൾ ഒരു കുട്ടി വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബസ് എടുക്കാൻ കുറച്ച് ടൈം കിട്ടിട്ടോ. മോളെ മുഖത്തെ സങ്കടം കാണുമ്പോൾ നമുക്കും ഭയങ്കര സങ്കടം വരും. പക്ഷെ നമ്മളത് ഉള്ളിൽ ഒതുക്കൂട്ടോ. ഞങ്ങളും കൂടി സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്തൊരു അവസ്ഥയൊക്കെ. അപ്പോൾ ബാംഗ്ലൂർ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട് കേട്ടോ പെരിന്തൽമണ്ണ പോലെ ഞങ്ങളെപ്പോലെ തന്നെ പേരൻസ് കൊണ്ടുവന്നാക്കാൻ വന്നിട്ടുണ്ട്. ഞാനിത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരിക കേട്ടോ. കുറേ സമയം ഞാനിത് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഓൾ ഹോസ്റ്റലിൽ പഠിച്ചിരുന്നൊന്നും അങ്ങനെ തന്നെ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച കഴിഞ്ഞിട്ടാണ് പോവുക. അന്നതുപോലെ തന്നെ സങ്കടപ്പെട്ടാൽ പോവുക. അപ്പം നമുക്കൊരു വിഷമമാണ്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെ വരുമല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഓളിപ്പോൾ ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ 6 മാസമൊക്കെ കഴിഞ്ഞാൽ കുറേ ലീവൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എന്നാൽ തന്നെ പെരുന്നാളിൽ ലീവ് കിട്ടൂല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പെരുന്നാൾ ആഘോഷിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷെ ഭാഗ്യത്തിന് ലീവ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഓളെ ബസ്സിൽ ആക്കി കൊടുത്തു കേട്ടോ. ഋഷുവിനാണെങ്കിൽ എന്നും ഓള് ബസ്സിന് പോകണാണുമ്പോൾ ഓനും കൂടെ പോകാൻ തോന്നും കേട്ടോ. സത്യത്തിൽ എനിക്കൊക്കെ തോന്നും, പക്ഷേ നമ്മളിപ്പോൾ അത് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ നോക്കണാണുമ്പോൾ കരച്ചിൽ വരിക. സാരല്ലല്ലേ, നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ താൽക്കാലികമായിട്ടുള്ള ഈ വിരഹമൊക്കെ.